അതാണ് ബാക്കിയുള്ള ഈ കാര്യങ്ങളുടെ തേങ്ങയ്ക്ക് 3 രൂപയുള്ളൂ. കാരണം വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന തേങ്ങ കൊണ്ടല്ല. വെളിച്ചെണ്ണ കഴിച്ചാൽ ഒരു കുഴപ്പം സംഭവിക്കില്ല. വെളിച്ചെണ്ണ കഴിക്കണം, അല്ല പാരഫിനാവില്ല. വെളിച്ചെണ്ണ അമ്മിഞ്ഞപ്പാലിന് സമമാണ് തേങ്ങാപ്പാലെന്ന് നമ്മൾ പഠിച്ചതാ. സൺഫ്ലവർ ഓയിൽ നിന്ന് തൊട്ടേക്കരുത്. അതിനൊക്കെ ഈ 50% ലിക്വിഡ് പാരഫിനാണ്. വേണേ തെളിവ് തരാം. 50% സൺഫ്ലവർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊന്നും കേടാവാതിരിക്കില്ല. ജൈവമാണോ? ട്രൈഗ്ലിസറൈഡുകളാണെങ്കിൽ കേടാവും. പെട്രോളിയം പ്രൊഡക്റ്റ് ആയ ലിക്വിഡ് പാരഫിൻ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ ആയ കേടാവൂല. നിങ്ങൾ കഴിക്കുന്ന ഇത്രയും ഹൈഡ്രോ കാർബണാണ്. മണ്ണെണ്ണ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോഴാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുക. ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കാൻ. അന്താരാഷ്ട്ര മാർക്കറ്റ് ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോഴാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നത്. ഇപ്പോ വെളിച്ചെണ്ണയ്ക്ക് വില കുറഞ്ഞിരിക്കുകയാണല്ലോ. പണ്ടുള്ളതിന്റെ 10 കൊല്ലത്തിന് മുമ്പോട്ടുള്ള തെങ്ങിന്റെ പകുതി തെങ്ങ് പോലും നാട്ടിലില്ല. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് എപ്പോഴും വില കുറയാണ്. അല്ല, വെളിച്ചെണ്ണ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ കൊണ്ട് തേങ്ങ കൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നിങ്ങൾ വാങ്ങില്ല. കാരണം അത് കേടാവുന്നു. 2 മാസം കഴിഞ്ഞ് ഇരിക്കില്ല. നിങ്ങൾക്ക് കേടാവുന്ന സാധനം പറ്റുന്നില്ല. അതിന് വേറെ ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് നമ്മൾ സമോസ, നെയ്യപ്പം, വട ഇതൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് മുറിക്കുമ്പോൾ ഒരു നൂല് വരുമോ? അറിയോ? ഇപ്പൊ നൂലെന്ത് ചെയ്യും? നൂല് വരുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ജൈവ ട്രൈഗ്ലിസറൈഡുകൾ കൂടി വറുത്ത ആ സാധനമാണെങ്കിൽ മാത്രമേ അതിനകത്ത് ബാക്ടീരിയയോ ഫംഗസോ കയറുള്ളൂ. ബാക്ടീരിയ കയറാത്ത ഒരു സാധനം ചെയ്യുമോ? അപ്പൊ ബാക്ടീരിയ കയറാത്ത രീതിയിൽ ആക്കി വെച്ചിരുന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. പണ്ട് നമ്മൾ ഓണത്തിന് ചിപ്സ് വറുത്ത് കഴിഞ്ഞാൽ ഒരാഴ്ച ഇരിക്കില്ല. ഇപ്പൊ നിങ്ങൾ 10 വർഷം ഇരുന്നാലും കനിക്കുന്നില്ലല്ലോ. അപ്പൊ അത് നമ്മൾ നല്ലതാണ് കണക്കൂട്ടി. കേടാവാത്തത് നല്ലത് അല്ലേ? തെറ്റിപ്പോയി. നമ്മൾ അവിടെ അടി പറ്റിയത്. കേടാവുന്നത് നല്ലത്. അപ്പോ ഈ വെളിച്ചെണ്ണ ഇരിക്കുന്നതോറും കേടാവുന്നു. 1 മാസം കഴിയുമ്പോൾ കേടാവുന്നു. ആ കേടാവുന്ന വെളിച്ചെണ്ണ അങ്ങനെ നല്ലത്. അത് മേടിച്ചോളാം. ഈവൻ സർക്കാരിന്റെ കേര പോലും കേടാവുന്നില്ല. പിന്നെ ആരെയാ വിശ്വസിക്കേണ്ടത്? കേരക്കകത്ത് ഒഴിക്കുന്നു പാരഫിൻ. ഈ സാധനം പറ്റില്ല. വെളിച്ചെണ്ണ ആട്ടി തന്നെ എടുക്കണം. ഇത്രയെങ്കിലും നിങ്ങളൊന്ന് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോയിട്ട് വിവരമല്ലോ. അല്ലാതെ നിങ്ങൾ നാട്ടിൽ പോയിട്ട് വരുന്നവരാണെങ്കിൽ നാട്ടിൽ നിന്ന് കുറെ വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവരിക. അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വേറെ കുറച്ച് ദൂരോട്ട് മാറിയിട്ട് കുറെ വെളിച്ചെണ്ണ കൊണ്ടുവരിക. അവിടെ തന്നെ നമ്മുടെ കുടലിന്റെ മിക്കവാറുള്ള എല്ലാ രോഗങ്ങളും പോയി. പണ്ട് നമ്മൾ പ്രസവിച്ച സ്ത്രീകൾക്ക് ചൂട് വെളിച്ചെണ്ണ ഉപ്പും മുളകും കൂടെ കൂട്ടിയിട്ട് വാഴയിലേക്കകത്തിട്ട് കൊടുത്തിരുന്നപ്പോ അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഓർമ്മേണ്ട? വാഴല ചൂട് വാഴയില് വെളിച്ചെണ്ണയും ചൂട് ചോറിട്ടിട്ട്, ചൂട് ചോറ് അത് കയ്യിലിങ്ങനെ ഇട്ടാൽ കൈ നോക്കണം. അത്രയും ചോറുള്ള ആ ചോറും ഉപ്പും മുളകും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അവരുടെ കാലി വെറ്റി കൊടുത്തോണ്ടിരുന്നത് പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. ഓർമ്മേണ്ട? അതിന്റെ അർത്ഥം എന്ന് പറയുമോ? അതിനൊക്കെ ഭയങ്കര സൈൻസുകളായിരുന്നു. നിങ്ങൾ ഒരു വാഴയിലേക്കകത്ത് ശകലം ചോറ് ചൂടോട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ക്ലോറോഫിൽ മൊത്തം വലിക്കുക ചെയ്തത്. നിങ്ങൾക്ക് ഒരു പച്ചക്കറിയുടെയും പുറകെ പോണ്ട. ശകലം ചൂട് ചോറ് അതിനകത്ത് ഇട്ട് കഴിച്ചാൽ മതി. അപ്പൊ വാഴയിലേക്ക് വാടുമ്പോ അതിന് കിട്ടിയത് സമം ക്ലോറോഫില്. ആ സാധനത്ത് കേലിങ്ങിന്റെ പുറകെല്ലാം നമ്മൾ നടക്കുന്നത്. അവര് 870 രൂപയ്ക്ക് ഇത്രയും കുപ്പി ക്ലോറോഫിലും കൊണ്ട് നടക്കുന്നുണ്ട്. അവൻ ട്രെയിനിങ്ങും കൊടുത്ത് സിംഗപ്പൂരിൽ 4 വിട്ടിട്ടുണ്ട് ഇവിടെ. ആ ക്ലോറോഫിൽ മേടിച്ച് നമ്മൾ കഴിക്കും. അവൻ പ്രിസർവേറ്റീവ് കൂടെ ചേർത്താ കൊണ്ട് വെച്ചിരിക്കുന്നത്. നാച്ചുറൽ ഇവിടെ കിടക്കുന്നു. 5 പൈസ പോലും വിലയില്ല. ആ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? വാഴയില ഒടിഞ്ഞു കിടന്നാൽ പോലും അത് എടുക്കത്തില്ല. ഈവൻ പോയിട്ട് SAS പേപ്പറല്ല. എന്റെ മരുമോടെ ബുദ്ധി സാമർത്ഥ്യം കണ്ട. പക്ഷേ നമ്മൾ അവിടെ കുടുങ്ങി. മരുമോൾ അപ്പൊ മറ്റെല്ലായിടത്തും മരുമോൾക്ക് ബുദ്ധിയില്ല, വിവരമില്ല. മരുമോള് ബുദ്ധിയില്ലാത്തതായി മാറും. അത് ഏതെടുത്താല് അല്ല, ഒറിജിനൽ വാഴക്കൈ ഒഴിഞ്ഞു കിടന്നാൽ ആ വാഴയിലേക്കകത്ത് ചോറുളമ്പം പറ്റൂല. കാരണം എന്താണ്? നമുക്ക് ബുദ്ധിയില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ SAS മേടിക്കത്തുള്ളൂ. മനസ്സിലാ? ആ SAS പേപ്പറല്ല നിങ്ങൾ എടുത്ത് ചൂട് ചോറിട്ടിട്ട് ആ ചോറിട്ടതിന് ശേഷം അതൊന്ന് കഴുകണം. ഉണ്ടേ വെച്ച് എടുത്ത് വെയിലത്തൊന്ന് പിടിച്ച് നോക്ക്.
എത്ര ഓട്ട അതിനകത്ത് വീണെന്ന് കാണാം. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട് അതിന്റെ പുറത്ത്. ക്യാൻസർ ഉണ്ടാവാൻ വേറൊരു സാധനം വേണ്ട. കണ്ട ഇവിടെ കിടക്കുന്ന സാധനം ഒരു പ്ലാസ്റ്റിക്. നിങ്ങൾ പേപ്പറിലേക്കകത്ത് ചോറിട്ടിട്ട് ഒന്ന് കഴുക് ഉണ്ടേ വെച്ച്, എന്നിട്ട് മേലോട്ട് ഒന്ന് പിടിച്ചു നോക്ക്. എത്ര ഓട്ട അതിനകത്ത് വീണ് കിടക്കുന്നത് കാണാം. പ്ലാസ്റ്റിക് പിടിച്ചത് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അവിടെ എന്താ പ്രശ്നം? മരുമോടെ ബുദ്ധിസാമർത്ഥ്യം കാണണമെങ്കിൽ അത് തന്നെ വേണം. അത് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. തലയ്ക്കകത്ത് അതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ കയറിയാലും പേപ്പറിലേക്ക് അത് തിന്നില്ല നമ്മൾ ശബ്ദം ചെയ്യുന്നു. അപ്പൊ അവിടെ പാത്രം വരും, അവിടെ വാഴയില വരും. നിങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. നമ്മുടെ ആവശ്യമാണ് അവിടെ ഇത് പ്രശ്നം. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ പേപ്പറിലേക്ക് തൊടില്ലെന്ന് തീരുമാനിച്ച് പിന്നെ വാഴയില വരും. അവിടെ പാത്രത്തിൽ കഴിക്കുന്നില്ലെന്ന് വെച്ച് അവിടെ വാഴയില വരും. അവിടെ നിങ്ങളുടെ ആവശ്യം അതല്ല. നിങ്ങൾ എന്തായാലും തിന്നാനിരിക്കല്ലേ, പിന്നെ അവർക്കെന്താ പ്രശ്നമായിരിക്കുന്നത്? എന്തായാലും പരസ്യം വന്നാൽ മതി. ഏത് ചാണകവും നമ്മൾ തിന്നും, അത് അവർക്കറിയാം. പരസ്യത്തിൽ തമാശയായിട്ടില്ല. കാരണം മല്ലി പൗഡറിനകത്ത് മൊത്തവും വന്നത് പിന്നെ ആന്ധ്രക്കാരനെ തമിഴന്റെ പിന്നെ കഴുതയുടെ കുതിരയുടെ ചാണകം തിന്നവരാ നമ്മള് ഉണക്കി പൊടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചായിരുന്നു. ഓർമ്മയുണ്ട? മല്ലിക്കകത്ത് എസൻസും ചേർത്ത് മല്ലിപ്പൊടിക്കകത്ത് വന്നതാ കുതിരയുടെയും കഴുതയുടെയും ചാണകം. അപ്പൊ ആച്ചി ബീച്ചിയൊക്കെ വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല. ആച്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മസാലപ്പൊടി. ചാണകം തിന്നാനുള്ള യോഗം നമുക്കുണ്ട്. പിന്നെ വേണമെങ്കിൽ നാളെ പറയും പഞ്ചഗവ്യത്തിനകത്ത് ചാണകം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കഴിക്കാം. പഞ്ചഗവ്യം ചാണകം, മൂത്രം, തൈര്, മോര്, പാൽ, അത് കുടിക്കാൻ യോഗമുള്ളതാ. വേണ്ടി കോടതി തന്നെ അവർ പറയും നമുക്ക് എന്തുകൊണ്ട് ചാണകം കഴിച്ചുകൂടാ, പഞ്ചഗവ്യത്തിനകത്തില്ലേ എന്ന് പറയുന്ന അതാണ് നമ്മുടെ കോടതി. മനസ്സിലായി? അവിടെ കോടതി ചെല്ലുമ്പോ അത് പഞ്ചഗവ്യമായിട്ടുമാണ്. ഈ കുപ്പിച്ചില്ല് പൊടിച്ചു തന്നിട്ട് കോടതി ചെന്നപ്പോ എന്തായെന്ന് കണ്ടായിരുന്നു? ഇത് കുപ്പിച്ചില്ല് പൊടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ചില്ല് വന്നില്ലേ, അത് കോടതി ചെന്നവർ എങ്ങനെ രക്ഷപ്പെടുമെന്നറിയോ? ഉപ്പിനകത്ത് 2% സിലിക്കേറ്റ് ഇടാൻ അനുവദനീയമാണ്. സിലിക്കേറ്റ് എങ്ങനെ ഉണ്ടാവണേ? ഗ്ലാസിന്റെ ആദ്യത്തെ രൂപമാണ് സിലിക്കേറ്റ്. മണലും ചുണ്ണാമ്പ് അല്ലേ? ശരിയല്ലേ? 2% സിലിക്കേറ്റ് ഇടാൻ അനുവദനീയമായിരുന്നു. അത് ഞങ്ങൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അതിന്റെ ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഗ്ലാസ് ആയി. അവർ രക്ഷപ്പെട്ടു, അവര് പോയി. സത്യം അതല്ല. അവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? നിങ്ങൾ അവര് ആ പരസ്യം കണ്ടോണം. ഒരെണ്ണത്തിനകത്ത് ഉപ്പ് ഇങ്ങനെ കുടഞ്ഞു കൊണ്ടിരുന്നു, ഒരെണ്ണത്തിന് ഇങ്ങനെ ഡ്രൂന്ന് വീഴുന്നു. കണ്ടായിരുന്നു 2 പരസ്യം. ഇപ്പൊ ഇല്ല പരസ്യം. അത് പിടിച്ചതിന് ശേഷം പരസ്യം നിന്നത് ഇങ്ങനെ നമ്മൾ കണ്ടത്. അപ്പൊ നിങ്ങൾ TV കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് ഉപ്പിടണ്ടേ? അതിനകത്ത് ഒരു മുതലെടുത്തത് കണ്ട. അത് നിങ്ങൾക്ക് TV കാണിയും വേണം, അവിടുത്തെ മോങ്ങൽ കാണിയും വേണം, ഉപ്പിടിയും വേണം. അപ്പൊ ഡ്രൂന്ന് വീണമെങ്കിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഡ്രൂന്ന് വീഴും. ഇങ്ങനെ കുടഞ്ഞു വീഴുന്നത്. അതിനകത്ത് കുപ്പിച്ചില്ല. ഈ തൊടാതിരിക്കുന്നതിനകത്താണ് കുപ്പിച്ചില്ല. കാരണം അതുകൊണ്ടാണ് ഒന്നിനോടൊന്നും മുട്ടാത്തത്. കുപ്പിച്ചില്ല കിടക്കുന്നുണ്ട്. അത് സിലിക്കേറ്റായിട്ട് മാറിപ്പോയി, ലക്ഷ്യം വിട്ടുപോയി. ആരുടെ കുടല കത്തിയത്? ആർക്കാ അൾസർ ഉണ്ടായത്? കമ്പനിക്കാരനാണ്. നമ്മൾ ഈ പരസ്യത്തിന്റെ പുറം മാത്രം പോയി. പോട്ടെ, ഏതായാലും എല്ലാവരും വന്നും തോന്നും ഏകദേശമൊക്കെ അല്ലേ? ഏകദേശമൊക്കെ വരുന്നില്ല. അപ്പൊ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഈ ഒരൊറ്റ സംഗതി കൂടെ ശ്രദ്ധിച്ചോളൂ. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള സകല എണ്ണയുടെയും വില നിയന്ത്രിക്കുന്ന ആൾ. ഇതിനകത്ത് വറുത്താലുള്ള ഗുണം, ഇതിന്റെ ക്രൂഡാണ് പാം ഓയിൽ. ഇത് പെട്രോളിയം പ്രൊഡക്റ്റ്, ലിക്വിഡ് പാരഫിൻ അല്ലെങ്കിൽ മിനറൽ ഓയിൽ അല്ലെങ്കിൽ സാക്സ് ഓയിൽ, ന്യൂജ് ഓയിൽ, അഡിപ്പസ് ഓയിൽ, ലിക്വിഡിയം പാരഫിയം, US കെറോസിൻ എന്ന് എല്ലാം ഓമന പേരിൽ അറിയപ്പെടുന്ന മിനറൽ ഓയിൽ അല്ലെങ്കിൽ വൈറ്റ് ഓയിൽ. നിറമില്ല, മണമില്ലാത്തൊരു വസ്തു. പെട്രോളിയത്തിനകത്ത് നിന്ന് നാപ്തെ ബ്രേക്ക് ചെയ്തെടുത്താൽ കിട്ടുന്ന എക്സിൻ, ബെൻസിൻ, ബൂട്ടിൻ, എത്തലീൻ, പാരഫിൻ. ബെൻസിൻ നാപ്തെ ബ്രേക്ക് ചെയ്തെടുക്കുമ്പോൾ ഗ്യാസോലിന് ഒത്തിരി പ്രോസസ് ഉണ്ട്. ഏവിയേഷൻ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ബിജിഒക്കകത്ത് ഗ്യാസോലിൻ, ഇങ്ങനെ ഒത്തിരി ഇതിനകത്ത് നാപ്തെ ബ്രേക്ക് ചെയ്തെടുത്താൽ വരുന്നതാണ് എക്സിൻ, ബെൻസിൻ, ബൂട്ടിൻ, എത്തലീൻ, പാരഫിൻ. ഈ പാരഫിന്റെ ക്രൂഡാണ് പാം ഓയിൽ. അതുകൊണ്ടാണ് പാം ഓയിലിനകത്ത് വറുത്താൽ ഇപ്പൊ ഒന്നും കേടാവാത്തത്. ഒരു 5-8 മാസത്തിന് മുമ്പിട്ട് എറണാകുളത്ത് കൊച്ചിയിൽ 80,000 ടൺ പാം ഓയിൽ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഇവിടെ നമ്മുടെ എല്ലാ പാർട്ടിക്കാരും വേറെ സമരിച്ച് കൊടിയൊക്കെ പിടിച്ചു, വേറെ വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ സാറുമാര്
കാക്കനാട് സാറന്മാർ പോയി ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇത് മണ്ണെണ്ണയുടെ മണം അടിക്കുന്നു. അല്ല, അവർ പറഞ്ഞു വാഗൻ വന്നതായിരിക്കും, മണ്ണെണ്ണയുടെ വാഗനി വന്ന് പത്തൊക്കെ കഴിച്ചില്ലായിരുന്നു, ടി വിയൊക്കെ കണ്ടില്ലായിരുന്നു നമ്മള്. എന്താ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇറക്കാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു പൊടിയൊക്കെ വിളിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോ ഇതേ സാറന്മാർ പറഞ്ഞു ഇപ്പൊ കഴിക്കാം, കുഴപ്പമില്ല, ഇപ്പൊ മണ്ണെണ്ണയുടെ മണമൊന്നുമില്ല, ഓക്കെ. എങ്ങനെയാ ഓക്കെ ആയിരുന്നു 3 ദിവസം? ഇവിടെ ഇറക്കിയേച്ച് പോയി അവര്. നമ്മളെല്ലാം ആ പാമോയിൽ കഴിച്ചോണ്ടിരിക്കുക. ഈ 3 ദിവസം കൊണ്ട് എങ്ങനെ ഓക്കെ ആയത്? ചിന്തിച്ചു ആരെങ്കിലും? ഈ പാമോയിലാ നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നത്. 80,000 ടൺ ഇവിടെ ഇറങ്ങിയേച്ച് പോയി, ആരും തിരിച്ചൊന്നും കൊണ്ടുപോയില്ല. അതിനകത്ത് വറുത്ത ഒരിക്കലും നൂല് വരികയില്ല. ഏത് നൂല്? വലിക്കുന്ന നൂലുണ്ടല്ലോ,